Hello and welcome back. In our previous videos, we saw the basic elements of Python programming. In this video, we'll be looking at the basic data types of Python. Now, what are data types? നമ്മൾ ഒരു പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന വാല്യൂസ് അതെന്ത് ടൈപ്പ് ആണെന്നുള്ളതിനെയാണ് നമ്മൾ ഡേറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഒരു പൈത്തൺ പ്രോഗ്രാമിൽ യു കൻ ഹാവ് നമ്പേഴ്സ് ഓർ ക്യാരക്ടർ അറേസ് ഓർ സ്ട്രിങ്സ് ഓർ ബൂളിയൻ വാല്യൂസ്. അങ്ങനെ ഏറ്റവും ബേസിക് ആയിട്ട് ഡേറ്റ ടൈപ്സ് ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുക. ഈ മൂന്ന് ടൈപ്സ് കൂടാതെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ സ്ട്രക്ചേഴ്സും പൈത്തണിൽ അവൈലബിൾ ആണ്. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം ഇൻ യുവർ ഫോളോവിങ് യൂണിറ്റ്സ്. ഫസ്റ്റ്ലി, നമ്പേഴ്സ്. നമ്മളൊരു പൈത്തൺ പ്രോഗ്രാമിൽ വി മേ ഹാവ് ടു യൂസ് എ ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് നമ്പേഴ്സ് ആസ് വാല്യൂസ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു പ്രോഗ്രാം എഴുതാണ് ടു കൺവേർട്ട് യുവർ ടെമ്പറേച്ചർ ഫ്രം ഫാരൻഹൈറ്റ് ടു സെൽഷ്യസ് ഓർ യു വോണ്ട് ടു കാൽക്കുലേറ്റ് ദ മാർക്സ് ഓഫ് എ സ്റ്റുഡൻറ്റ്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പൈത്തൺ പ്രോഗ്രാമിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വാല്യൂസ് ഒക്കെ നമ്പേഴ്സ് ആയിരിക്കും. നൗ പൈത്തണിൽ വി ഹാവ് സപ്പോർട്ട് ഫോർ എ ലാർജ് വെറൈറ്റി ഓഫ് നമ്പേഴ്സ്. നമ്മളിതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇൻറ്റിജേഴ്സ് ആയിരിക്കും, അതായത് ഹോൾ നമ്പേഴ്സ്. അതുകൂടാതെ കുറച്ചുകൂടി വലിയ നമ്പേഴ്സിനെ നമ്മൾ ലോങ് ഇൻറ്റിജേഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ ലോങ് ഇൻറ്റിജേഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദേ ഹാവ് അൺലിമിറ്റഡ് സൈസ്. അപ്പോൾ എത്ര വലിയ നമ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഫോർ ആർ കോമൺ പർപ്പസ് യൂസേഴ്സ് നമുക്ക് ഇൻറ്റിജേഴ്സ് മതിയാകും. But for special cases, we may have to use long integers. അതുകൂടാതെ ഡെസിമൽ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് എന്ന് പറയുന്ന ടൈപ്പാണ്. ഇപ്പോൾ 1.23 അല്ലെങ്കിൽ 3.14 അങ്ങനത്തെ നമ്പേഴ്സ് ഒക്കെ നമുക്ക് ഫ്ലോട്ടിംഗ് പോയിന്റ്സ് ആയിട്ട് ഡിസൈൻ ചെയ്യാം. അതിൽ തന്നെ നമുക്ക് സപ്പോസ് നമുക്ക് എക്സ്പൊണൻസ് ക്രിയേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ 5 into 10 power 20 അല്ലെങ്കിൽ 3.14 into 10 power -10. അങ്ങനെ എക്സ്പൊണൻസ് വരുന്ന നമ്പേഴ്സും നിങ്ങൾക്ക് ഫ്ലോട്ടിംഗ് പോയിന്റിൽ ഡിഫൈൻ ചെയ്യാം. ഇത് കൂടാതെ വി ഓൾസോ ഹാവ് സം കോംപ്ലെക്സ് നമ്പേഴ്സ്, അതായത് ഒരു റിയൽ പാർട്ടും ഒരു ഇമാജിനറി പാർട്ടും വരുന്ന കോംപ്ലെക്സ് നമ്പേഴ്സ് നിങ്ങൾക്ക് പൈത്തണിൽ റെപ്രസെൻറ്റ് ചെയ്യാം. പിന്നെ വി കൻ ഓൾസോ റെപ്രസെൻറ്റ് നമ്പേഴ്സ് ഇൻ ദർ ഒക്ടൽ ആൻഡ് ഹെക്സാഡെസിമൽ ഫോർമാറ്റ്സ്. അതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് ഈ ടേബിളിൽ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് വി ഹാവ് ദ സ്ട്രിങ്സ്. സ്ട്രിങ്സ് ആർ ബേസിക്കലി എ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്. നമ്മൾ ഒരു പ്രോഗ്രാമിൽ ഒരു വെൽക്കം മെസ്സേജ് പ്രിന്റ് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്യാരക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ, അങ്ങനെ ടു ഗ്രൂപ്പ് വൺ ഓർ മോർ ക്യാരക്ടേഴ്സ് വി കൻ യൂസ് എ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യുക കെൻ ബി ഈതർ ആസ് സിംഗിൾ കോട്ട്സ്, ഡബിൾ കോട്ട്സ് ഓർ ട്രിപ്പിൾ കോട്ട്സ്. ട്രിപ്പിൾ കോട്ട്സിൽ എഴുതുന്ന സ്ട്രിങ്സിനെ നമുക്ക് മൾട്ടി ലൈനായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. സിംഗിൾ ലൈൻ സെന്റൻസസ് ആണെങ്കിൽ അല്ലെങ്കിൽ സിംഗിൾ ലൈൻ സ്ട്രിങ്സ് ആണെങ്കിൽ ദേ വിൽ ബി ഈതർ സിംഗിൾ ഓർ ഡബിൾ കോട്ട്സ്. ഇനി ഈ സ്ട്രിങ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഈസ് എ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സിൽ നിന്ന് നമുക്കൊരു സെക്ഷൻ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടണമെങ്കിൽ അങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഓപ്പറേഷൻസ് നിങ്ങൾക്ക് സ്ട്രിങ്സിൽ പോസിബിൾ ആണ്. ഇതിൽ ചില ഓപ്പറേഷൻസ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യും. അതുകൂടാതെ ഒരുപാട് സ്ട്രിങ് മാനിപ്പുലേഷൻ മെത്തേഡ്സും അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു സ്ലൈഡിൽ നമുക്ക് ബേസിക് ആയിട്ട് ഉപയോഗിക്കുന്ന സ്ട്രിങ് ഓപ്പറേഷൻസ് ആണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഇൻഡെക്സിങ്. അതായത് നിങ്ങളുടെ ഒരു സ്ട്രിങ്ങിൽ നിന്ന് ഏതെങ്കിലും ഒരു പൊസിഷനിലിരിക്കുന്ന ക്യാരക്ടറിനെ മാത്രം എക്സ്ട്രാക്ട് ചെയ്യുന്നതിനാണ് ഇൻഡെക്സിങ് എന്ന് പറയുക. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പൈത്തൺ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞൊരു സ്ട്രിങ് ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ഐ വോണ്ട് ടു ടേക്ക് ദ ക്യാരക്ടർ വിച്ച് ഇസ് ആറ്റ് പൊസിഷൻ 5. അപ്പോൾ നിങ്ങൾ സ്ട്രിങ്സ് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അറേ നോക്കുമ്പോൾ നമ്മൾ ഇൻഡെക്സിങ് തുടങ്ങുന്നത് 0 തൊട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സ്ട്രിങ്ങിൽ ക്യാപിറ്റൽ P ഇസ് ആറ്റ് ഇൻഡെക്സ് 0. അപ്പോൾ നിങ്ങൾ അങ്ങനെ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 5th ഇൻഡെക്സിലിരിക്കുന്നത് ഇസ് ദ ക്യാരക്ടർ n. അപ്പോൾ ആ ഒരു കോഡിന്റെ ഔട്ട്പുട്ട് വിൽ ബി ദ ക്യാരക്ടർ n. സെക്കൻഡ് ഓപ്പറേഷൻ ഇസ് സ്ലൈസിങ്. അതായത് ഒരു സ്ട്രിങ്ങിൽ നിന്ന് ഒരു സബ് സ്ട്രിങ്ങിനെ എടുക്കുന്നതിനാണ് സ്ലൈസിങ് എന്ന് പറയാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്ട്രിങ്ങിൽ നിന്ന് ഏത് ഇൻഡെക്സ് തൊട്ട് ഏത് ഇൻഡെക്സ് വരെയാണ് നിങ്ങൾ സബ് സ്ട്രിങ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്, ആ രണ്ട് പൊസിഷൻസും നിങ്ങൾ ഡിഫൈൻ ചെയ്യാം. പൊസിഷൻസ് കൊടുക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളുടെ എൻഡിങ് പൊസിഷനിലുള്ള ഇൻഡെക്സ് അത് ഇൻക്ലൂഡ് ചെയ്യില്ല. അതായത് ഈ എക്സാമ്പിളിൽ ഇഫ് ഐ സേ s ഓഫ് ബ്രാക്കറ്റ് 0 to 5, അതായത് ഈ ഒരു സ്ട്രിങ്ങിൽ നിന്ന് ഇൻഡെക്സ് 0, 1, 2, 3, 4 ഇത്രയും ക്യാരക്ടേഴ്സ് ആയിരിക്കും ഞാൻ എക്സ്ട്രാക്ട് ചെയ്യാം. അതുകൊണ്ടാണ് നിങ്ങളുടെ ഔട്ട്പുട്ടിൽ പൈത്തൺ ഫുൾ ആയിട്ട് സ്പെൽ ചെയ്തിട്ടില്ല. ഇറ്റ് ഇസ് ഓൺലി ഇൻഡെക്സ് 0, 1, 2, 3 and 4. ഇൻഡെക്സ് 5 is not included. ഇനി സ്ലൈസിങ്ങിന് തന്നെ ഒരു സ്പെഷ്യൽ കേസാണ് നെഗറ്റീവ് സ്ലൈസിങ്. അതായത് നമ്മൾ സാധാരണ ഒരു ഇൻഡെക്സ് പറയുന്നത് അല്ലെങ്കിൽ ഒരു സ്ലൈസിന്റെ പൊസിഷൻ പറയുന്നത് ഫ്രം ദ ബിഗിനിങ് ആണ്, അതായത് പൊസിഷൻ 0 തൊട്ട് പൊസിഷൻ 5 വരെ. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾ സ്ട്രിങ്ങിന്റെ എൻഡിങ് തൊട്ട്
ഇൻഡെക്സ് പറയുന്നതിനാണ് നെഗറ്റീവ് സ്ലൈസിംഗ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ബാക്കിൽ നിന്ന് എണ്ണുകയാണെങ്കിൽ, അതായത് ഫ്രം ദി എൻഡിങ് ഓഫ് ദി സ്ട്രിംഗ് we start counting as 0, -1, -2, -3, etc. അങ്ങനെയാണെങ്കിൽ -4 is at m and -11 is at small p. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ഐ എം ട്രൈങ് ടു പ്രിന്റ് ദ സ്ലൈസ് ഫ്രം -11 to -4. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ട്രിങ്ങിന്റെ എൻഡിങ് തൊട്ട് എണ്ണുകയാണെങ്കിൽ we'll extract the slice from -11 to -4, which is program. ഇനി നമുക്ക് രണ്ട് സ്ട്രിങ്സ് ഉണ്ട്. ഈ രണ്ട് സ്ട്രിങ്സിനെയും എനിക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഐ കൻ യൂസ് കൺകാറ്റനേഷൻ. കൺകാറ്റനേഷൻ ഇസ് ബേസിക്കലി joining or merging two strings together. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ഐ ഹാവ് ടു സ്ട്രിങ്സ് ഹെലോ ആൻഡ് വേൾഡ്. അപ്പം ഈ രണ്ട് സ്ട്രിങ്സിനെയും സ്ട്രിങ് എ ആൻഡ് സ്ട്രിങ് ബി ഐ വോണ്ട് ടു ജോയിൻ ദം ഇൻ ടു വൺ സിംഗിൾ സ്ട്രിങ്. അങ്ങനെയാണെങ്കിൽ ഐ കൻ യൂസ് ദ പ്ലസ് ഓപ്പറേറ്റർ ടു ജോയിൻ ദീസ് സ്ട്രിങ്സ്. അപ്പോൾ സാധാരണ നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് കൻ ജസ്റ്റ് ബി സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. അങ്ങനെയാണെങ്കിൽ ഈ സ്ട്രിങ്സിനെ അതേപടി അവർ കൺകാറ്റനേറ്റ് ചെയ്യും. അതല്ല എനിക്ക് അതിൻ്റെ കൂടെ ഒരു സ്പേസും കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ വിൽ ഡു എ പ്ലസ് സ്പേസ് പ്ലസ് ബി. അപ്പോൾ ഈ ഒരു കേസിൽ ഐ എം കൺകാറ്റനേറ്റിംഗ് 3 സ്ട്രിങ്സ്, ഹെലോ പ്ലസ് സ്പേസ് പ്ലസ് വേൾഡ്. ഇത് കൂടാതെ വി ഹാവ് ദി ബൂളിയൻ ഡേറ്റ ടൈപ്പ്. അതായത് ഏതെങ്കിലും ഒരു എക്സ്പ്രഷന്റെ വാല്യൂ ക്യാൻ ഈതർ ബി ട്രൂ ഓർ ഫോൾസ്. നമ്മൾ പൈത്തണിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ആൻസർ ക്യാൻ ബി ഈതർ ട്രൂ ഓർ ഫോൾസ്. ഈ രണ്ട് കേസസ് റെപ്രസെന്റ് ചെയ്യാനുള്ള വാല്യൂവിനെയാണ് നമ്മൾ ബൂളിയൻ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യുവർ ബൂളിയൻസ് ക്യാൻ റെപ്രസെന്റ് 2 വാല്യൂസ്, ട്രൂ ഓർ ഫോൾസ്. ഈ ട്രൂവിന്റെയും ഫോൾസിന്റെയും വാല്യൂ നിങ്ങൾ കൊടുക്കുമ്പോൾ ദ ടി ആൻഡ് എഫ് മസ്റ്റ് ബി ക്യാപിറ്റൽ. അതല്ലാന്നുണ്ടെങ്കിൽ പൈത്തൺ വിൽ റെപ്രസെന്റ് ഇറ്റ് ആസ് എ ഇൻവാലിഡ് വാല്യൂ. അപ്പം ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ we are defining two variables 200 and 33. A is equal to 200 and B is equal to 33. എന്നിട്ട് I am comparing these values. If B is greater than A, I want to print that B is greater than A. Else I will print B is not greater than A. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ B greater than A, ആ ഒരു എക്സ്പ്രഷനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ is false. So that if condition becomes false and the second case is executed. അതായത് we print B is not greater than A. ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസിന്റെ വാല്യൂസ് പ്രിന്റ് ചെയ്യാനാണ് നമ്മൾ ബൂളിയൻ വാല്യൂസ് ഉപയോഗിക്കുന്നത്. ബൂളിയൻ വാല്യൂസ് എക്സ്പ്രഷൻസ് കൂടാതെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് വാല്യൂവിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് we use the bool method. അപ്പോൾ ബൂൾ മെത്തേഡിന്റെ അകത്ത് ആ ഫംഗ്ഷന്റെ അകത്ത് നിങ്ങൾ ഏത് എക്സ്പ്രഷൻ കൊടുക്കുന്നോ അല്ലെങ്കിൽ ഏത് വാല്യൂ കൊടുക്കുന്നോ അതിന്റെ കറസ്പോണ്ടിങ് ബൂളിയൻ വാല്യൂ ആയിരിക്കും പ്രിന്റ് ചെയ്യുക. ഈ എക്സാമ്പിൾസ് കൊടുക്കുകയാണെങ്കിൽ in the first example we look at a condition if 34 is greater than 23. Our expression the value will be true. In the second example we look at the boolean equivalent of 15. അതായത് the integer value 15 ന്റെ boolean equivalent ആണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്, which is also true. അതുപോലെ തന്നെ in your third example we print the boolean value for hello, which is also true. In the fourth example we are comparing whether 9 into 4 is less than 10. അപ്പോൾ 9 into 4 നെ അവർ ആദ്യം evaluate ചെയ്യും, which is 36, and then we compare if 36 is less than 10. ആ ഒരു കേസിൽ the value of that expression will be false. In the fifth example we are taking the boolean equivalent of the value 0. അതായത് integer value 0ന്റെ boolean equivalent ആണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. 0ന്റെ boolean equivalent is always false. അതായത് any integer except 0 equals to boolean value true, but the boolean value for 0 is false. അതുപോലെ തന്നെ any string which is not empty equals a boolean true, പക്ഷേ the boolean value for an empty string is false. അതാണ് നമ്മൾ ലാസ്റ്റ് എക്സാമ്പിളിൽ കാണുന്നത്. പൈത്തണിൽ we don't have to declare the data type of a value. നമുക്ക് ഒരു വേരിയബിളിലേക്ക് ഡയറക്റ്റ്ലി ഒരു വാല്യൂ അസൈൻ ചെയ്യാം. അതിന്റെ ഡേറ്റ ടൈപ്പ് പൈത്തൺ ഓട്ടോമാറ്റിക്കലി ഗസ് ചെയ്യാണ് ചെയ്യുക. ഏതെങ്കിലും കാരണവശാൽ ഇഫ് വി വാണ്ട് ടു ഫൈൻഡ് ദ ടൈപ്പ് ഓഫ് എ വാല്യൂ, ഒരു വാല്യൂവിന്റെ ഡേറ്റ ടൈപ്പ് നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ വി കൻ യൂസ് ദ ടൈപ്പ് മെത്തേഡ് ഫോർ ദാറ്റ്. അതായത് ഈ എക്സാമ്പിൾസിൽ കാണുന്ന പോലെ ടൈപ്പ് എന്ന് പറയുന്ന മെത്തേഡിന്റെ അകത്ത് നിങ്ങളൊരു വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ആ വാല്യൂവിന്റെ ഡേറ്റ ടൈപ്പ് അവർ പ്രിന്റ് ചെയ്യും. സോ ഇൻ യുവർ ഫസ്റ്റ് എക്സാമ്പിൾ x is an integer, so it prints int. Second example we want to find the type of 5.12. അതിന്റെ type will be float.
And in the third example, we are printing the type of hello world, which is a string. അപ്പോൾ ആ ഒരു പ്രിന്റിന്റെ ഔട്ട്പുട്ട് will be string. ഇനി we may have a case where we want to cast the type. അതായത് ഒരു ടൈപ്പിൽ ഇരിക്കുന്ന ഒരു വാല്യൂവിനെ മറ്റൊരു ഡേറ്റ ടൈപ്പ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം വരികയാണെങ്കിൽ that process is called type casting. So casting is basically the process of changing the data type of any value in Python. Casting ചെയ്യുന്നത് is using the constructor functions of each data type. അതായത് നിങ്ങൾ ഏത് ഡേറ്റ ടൈപ്പിലേക്ക് ഒരു വാല്യൂ കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ആ ഡേറ്റ ടൈപ്പിന്റെ കൺസ്ട്രക്ടർ ഫംഗ്ഷൻ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ഈ എക്സാമ്പിൾസിൽ കാണുന്ന പോലെ we first want to convert the decimal value 2.8 into an integer. അപ്പോൾ 2.8 എന്ന് പറയുന്ന ഡെസിമൽ വാല്യൂവിനെ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് വാല്യൂവിനെ നമ്മൾ ഇന്റിജർ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ we'll basically write int bracket the floating value. അപ്പോൾ 2.8 നെ അവർ ആദ്യം ഇന്റിജർ ആയിട്ട് കൺവേർട്ട് ചെയ്യും, which is 3, and then assign 3 to x. So the value of x will be 3. In the second case, we're converting a string value 5 to integer. അതായത് string ആയിട്ടിരിക്കുന്ന 5നെ നമ്മൾ integer ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. So in your second case, the value of y will be integer 5. In the third case, we're converting an integer 8 into the floating value. അപ്പോൾ 8 എന്ന് പറയുന്ന integer നമ്മൾ floating ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്, which is 8.0, and then we'll assign that to z. So the value of z will be 8.0. I hope you understood the basic data type.